നമസ്കാരം. അനിൽ വരാപ്പുഴ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമായ ലേലം എന്ന സിനിമയിൽ ഈപ്പച്ചൻ്റെ ഡയലോഗ് അവതരിപ്പിച്ച സോമൻ ചേട്ടൻ. ലേലത്തിൽ ഒത്തിരി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി, അങ്ങനെ ഒത്തിരി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സോമൻ ചേട്ടനാണ് ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ലേലത്തിൽ അഭിനയിച്ചത്. ലേലത്തിലെ ആനക്കാട്ടിലെ ഈപ്പച്ചൻ്റെ ഡയലോഗ് നാടകലോ തരംഗ് തീർത്ത 500 ആൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് കൊണ്ടുവരികയാണ്. സിനിമയിൽ നിന്നും കുറേ വ്യത്യസ്തമാക്കി. സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. സിനിമയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് ഞാൻ 500 ആനെ ഈ രംഗത്ത് കൊണ്ടുവരികയാണ്. നമുക്ക് നോക്കാം. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അന്യൻ വിതർക്കുന്ന കാശുകൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് മേടയിലിരിക്കുന്ന തിരുമേനിമാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പൂച്ചമാടോ പൂച്ചം. തനിക്കറിയോ, അന്ന് ഈ ആനക്കാട്ടിലെ ഈപ്പനെ ഒന്നും ഉണ്ടായില്ല. എല്ലാ കള്ള് ഷേപ്പും വേണ്ടി, റേഞ്ചിന് വേണ്ടി ഞാൻ ആല പാഞ്ഞ് കിടക്കുമ്പോൾ അന്ന് ഈ കള്ളക്കാച്ച് തുടങ്ങാൻ ഈ 500 ആൻ്റെ കയ്യിലൊന്നുമില്ല, ഈപ്പൻ്റെ കയ്യിലൊന്നുമില്ല. അന്ന് കള്ളക്കാച്ച് തുടങ്ങാനായിട്ട് കാട്ടി കയറിയപ്പോൾ പാവപ്പെട്ട ഒരു ഭ്രാന്തി, അവളാണോ ചകരയും ഗുണവും തന്ന് എന്നെ സഹായിച്ചത്. ആ കള്ളക്കാച്ച് തുടങ്ങി ഈ ആനക്കാട്ടിലെ ഈപ്പൻ ഇന്ന് വളർന്നു പന്തലിച്ചു. എന്നെ ധിക്കരിക്കാൻ താൻ വളർന്നു അല്ലേ? തനിക്കറിയോ, ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ അന്നദാനം താൻ കേൾക്കണം. ഈ പാവപ്പെട്ട പേർക്ക് വേണ്ടി ഞാൻ വെച്ച് വളർത്തുന്ന അന്നദാനം താനൊന്ന് കാണണം. അന്ന് മൂഴിഗതിയും പുറഗതിയില്ലാതെ തെറ്റി കിടക്കുമ്പോൾ എന്നെ സഹായിച്ച ഈ ഭ്രാന്തി പെണ്ണിന് വേണ്ടിയാണോ എൻ്റെ വീട്ടിൽ ഈ അന്നദാനം? എന്നെ വെല്ലുവിളിക്കാൻ താൻ വളർന്നു അല്ലേ? ഇനി ഒരാൾ വിചാരിച്ചാലും ഈ ഈപ്പനെ താറക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. മനസ്സിലായോളൂ. അനിൽ വരാപ്പുഴ.